ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ജന്തർ മന്ദിറിൽ പ്രതിഷേധം നടക്കുകയാണ്. അവിടെ നിന്ന് വിനീത വിജയ് തത്സമയം ചേരുന്നു. വിനീത, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എന്താണ്? കനത്ത പോലീസ് ബന്ദോബസ്തിലാണല്ലോ ഇപ്പോൾ ജന്തർ മന്ദിറും ഡൽഹിയും. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രതിഷേധം പൂർണ്ണമായും സമാധാനപരമാണെന്ന് പറയുമ്പോഴും ഏതെങ്കിലും തരത്തിൽ അത് അതിരുവിടുകയാണ് എങ്കിൽ അതിനെ എങ്ങനെ നിയന്ത്രിക്കണം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ പ്രതിഷേധം നടക്കുന്ന മേഖലകളൊക്കെ തന്നെ പോലീസിന്റെ നിരീക്ഷണമുണ്ട്. അവർ സ്ഥിതിഗതികളൊക്കെ തന്നെ വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. വളരെയധികം സമാധാനപരമായിട്ടാണ് ഈ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ടതുപോലെ പ്ലക്കാർഡുകളുമായി എത്തിയ പ്രവർത്തകരുണ്ട്. ഒപ്പം തന്നെ പാർട്ടിയുടെ മുഖംമൂടി അണിഞ്ഞെത്തിയ പ്രവർത്തകരുണ്ട്. ഇങ്ങനെ അവർ വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അനുകൂലിച്ചെത്തിയ ആളുകളാണ്. അവർ ഇപ്പോൾ ജന്തർ മന്ദിറിൽ ഒത്തുകൂടിയിരിക്കുന്നു. നേരത്തെ എല്ലാവരും പാർലമെന്റ് പോലീസ് സ്റ്റേഷന് മുൻപിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നാലെ ഈ അനുവാദം ലഭിച്ചതിന് ശേഷം എല്ലാവരും ജന്തർ മന്ദിറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തരത്തിലേക്കുള്ള പോസ്റ്ററുകളുണ്ട്. വൺ സ്ട്രഗിൾ വൺ ഫൈറ്റ് എന്ന തരത്തിൽ പാർട്ടികളുടെ കോക്രോച്ചസ് ഓഫ് ദ വേൾഡ് യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്ററുകളും ഒക്കെയായി എത്തിയിരിക്കുന്ന ആളുകളാണ്. लखनऊ यूपी से जी स्पेशली इसके लिए आया हूँ. रात में मैं कल रात में आया था 12 बजे. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി അദ്ദേഹം എത്തിയതാണ്. അദ്ദേഹം ലക്നൌവിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായി എത്തിയതാണ്. प्रधान जी से हम लोगों को इस्तीफा चाहिए. जो पेपर लीक के ऊपर वो ना तो कोई एक्शन लिए हैं अभी तक और ना ही उसकी कोई सुरक्षा हो पाती है. करोड़ों बच्चों के भविष्य के साथ में खिलवाड़ हो रहा है. अभी आज के प्रोटेस्ट में तो खाली इतनी ही मांग है हम लोगों की. इसके लिए इतनी दूर से इधर आया क्योंकि हमारा भाई भी पढ़ा रहा है, हमारा भतीजा पढ़ा रहा है, हमारे परिवार के काफी बच्चे पढ़ाई कर रहे हैं. അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ നിരവധി ആളുകൾ പഠിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരി പഠിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സഹോദരൻ പഠിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ ഭാവി എന്താകുമെന്ന് അടക്കമുള്ള ആശങ്കകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദൂരത്ത് നിന്ന് ഈ ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. മറുവശത്ത് നമുക്കിത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ അവരുടെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട്. പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്, അനുകൂലികൾ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ളവരുണ്ട്. പൂർണ്ണമായും സമാധാനപരമായിരിക്കണം പ്രതിഷേധമെന്ന നിർദ്ദേശമുണ്ട്. ഇപ്പോൾ പ്ലക്കാർഡുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദേശീയ പതാകയുണ്ട്, ഈ പാർട്ടിയുടെ മുഖംമൂടിയുണ്ട്, കയ്യിൽ പൂക്കളുണ്ട്. ഇങ്ങനെ പൂർണ്ണമായും സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധം. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ച പ്രതിഷേധം അത് ഇന്നിതാ തെരുവിലേക്ക് എത്തിയിരിക്കുന്നു. ആദ്യ പരസ്യ പ്രതിഷേധത്തിലേക്ക് അടക്കം എത്തിയിരിക്കുന്നു. വലിയൊരു പിന്തുണ അവർക്കുണ്ട്. പക്ഷെ അതേസമയം ഈ വലിയ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള CJPക്ക് ആ ഫോളോവേഴ്സിന് അനുകൂലിച്ചുള്ള ഒരു പിന്തുണ ഡൽഹിയിൽ ഉണ്ടോ എന്നടക്കമുള്ള ചില ചോദ്യങ്ങൾ നേരത്തെ ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നത് പരമാവധി ആളുകളെ എത്തിക്കാൻ CJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ജന്തർ മന്ദിറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. വിവിധ മേഖലകളിൽ നിന്നെത്തിയ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയേക്കുള്ള ആളുകളുണ്ട്. നമുക്ക് ഗാന്ധിജിയുടെ ചിത്രമൊക്കെയായി എത്തിയിരിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ അടുത്തിടെ ഉണ്ടായ പ്രശ്നങ്ങൾ അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി വലിയ ആശങ്കയിലുണ്ടാക്കുന്നത് തന്നെയാണത്. നീറ്റ് വിവാദമാണെങ്കിലും CBSEയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദമാണെങ്കിലും ഇത്തരത്തിലേക്ക് തുടങ്ങിയ പ്രതിഷേധം, ആ പ്രതിഷേധം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് തെരുവുകളിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ വെയിറ്റിംഗ് ഫോർ ദ ഗവൺമെന്റ് എക്സാംസ് ദാറ്റ് ഡോണ്ട് ലീക്ക് എന്ന തരത്തിൽ മുദ്രാവാക്യങ്ങളുമായി എത്തിയിരിക്കുകയാണ്. പാർട്ടിയുടെ മുഖംമൂടി ധരിച്ചെത്തിയാണ്. I am from Hyderabad. या मैम, हमारी मांग यह है धर्मेंद्र प्रधान अपना इस्तीफा दे दे क्योंकि 17 लोगों की मौत हुई है पेपर लीक के वजह से. और हमारी मांग आगे जाके ऐसे ही हादसे ना हो. और धर्मेंद्र प्रधान आज तक पेपर लीक हुआ के सुसाइड करके 1 से 2 महीने हो रहा है, लेकिन धर्मेंद्र प्रधान आज तक आके ना मीडिया को कुछ जवाब नहीं दे सके और ना कुछ बोल सके. हमारी मांग इतनी है, सिर्फ धर्मेंद्र प्रधान अपना इस्तीफा देके कोई और एजुकेशन मिनिस्टर बने. തീർച്ചയായും അവർ പറയുന്നത് മന്ത്രി രാജിവെക്കണം അടക്കമുള്ള ആവശ്യങ്ങൾ തന്നെയാണ്. അത് തന്നെയാണ് പ്രധാന ആവശ്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ ഒരു ജെൻസി പ്രതിഷേധം എന്ന തരത്തിലേക്കൊക്കെ ഇത് മാറിയിട്ടുണ്ട് എങ്കിൽ പോലും ഈ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയുന്നത് ഈ പാർട്ടികൾ അവർ ജെൻസി പാർട്ടികൾ മാത്രമല്ല, വിവിധ ഏജിലുള്ള വിവിധ വയസ്സിലുള്ള ആളുകൾ, പ്രായമായവരടക്കം ഇതിന്റെ ഭാഗമായി ഇവിടെ എത്തുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണെങ്കിലും സമാധാനപരമായി ഇതുവരെ പ്രതിഷേധം മുന്നോട്ട് നീങ്ങുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.